ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോയും അതേപോലെ തന്നെ എഗ്ഗും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 പൊട്ടറ്റോയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല പോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ വേണം. അതേപോലെ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതേപോലെ 2 മുട്ട, കുരുമുളക് പൊടി, ഉപ്പ്, അതേപോലെ തന്നെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എത്രയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ കിഴങ്ങ് നല്ല പോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, 3 കിഴങ്ങും. അപ്പോൾ ഇതേപോലെ നമ്മൾ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു 10 മിനിറ്റ് നേരത്തോളം സോക്ക് ചെയ്തിടണം വെള്ളത്തിൽ. അപ്പോൾ നോർമൽ വാട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നിനുമല്ല, നമ്മൾ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഒന്ന് കറുത്ത നിറമായിട്ട് വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തോളം നമ്മൾ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുക. അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ള അഴുക്കും നമുക്ക് പോയി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഊറ്റി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഇനി ഇതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അരിപ്പ് വഴി താഴത്തേക്ക് പോയിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊട്ടറ്റോസിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് നല്ല പോലെ പിഴിഞ്ഞ് കളയണം. ഇതേപോലെ നല്ല പോലെ നമ്മൾ പ്രസ് ചെയ്ത് പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നല്ല പോലെ പൊട്ടറ്റോസിലെ വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട 2ഉം നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇനി പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള വലിയ പാത്രം ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒരു ടീസ്പൂണോ അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ അങ്ങ് അടിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒറ്റയടിക്ക് എല്ലാവരും കൂടി ഇടാണെങ്കിൽ ചിലപ്പോൾ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് എല്ലാവരും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് ഒക്കെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണ്ടോ നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പൊട്ടറ്റോസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെച്ചിട്ട് ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ്സിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ തിന്നായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതങ്ങ് മൂടി വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു വശം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒരു വശം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉള്ളു വേവില്ല താനും, അതല്ല അത് അടിയത്തെ വശം പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മൂടി വെച്ചിട്ട് 2 വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയില് നമുക്ക് ഒന്ന് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീയൊന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് 2 വശവും ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 വശവും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ കളറൊന്ന് ആ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് മറിച്ചും തിരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ദാ ഇത് നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡ്, ലൈറ്റ് ഗോൾഡ് നിറത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൊട്ടറ്റോസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഞാൻ എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഇവിടെ പൊട്ടറ്റോവും എഗ്ഗും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ അതാ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല പോലെ നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണല്ലോ മൂടി വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്